ഹായ്, ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഹാൻഡ് ബാലൻസിങ് പഠിക്കാൻ പോകുന്ന എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. സ്ട്രെയിറ്റ് ലൈൻ ഹാൻഡ് ബാലൻസിങ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് ഇറേസർ, അതേപോലെ പെൻസിൽ, വൺ സൈഡഡ് ഷീറ്റ് ആണ്. സ്കെയിലില്ലാതെ ഇങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. സ്ലീപ്പിംഗ് ലൈന് നമ്മളിങ്ങനെ നോർമലായിട്ട് ഫാസ്റ്റായിട്ട് വരയ്ക്കുമ്പോൾ അത് ഉറപ്പായിട്ടും വളഞ്ഞു പോവാറുണ്ട്. അപ്പോൾ വളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, പതുക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ലൈന് മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. വളരെ സ്ലോ ആയിട്ട് ചെയ്താൽ മതി, ധൃതി പിടിക്കേണ്ട. ആദ്യം കുറച്ച് ലൈന് വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രം സ്പീഡ് കൂട്ടുക. ഇതേപോലെ ലെഫ്റ്റ് നിന്ന് റൈറ്റിക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിക്കും മാറി മാറി പ്രാക്ടീസ് ചെയ്യുക. അധികം കൈ എടുക്കാതെ തന്നെ വരയ്ക്കാൻ നോക്കുക. ഇതേപോലെ ഒരു 10-20 ലൈന് ഇട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പെൻസിലിന്റെ മിഡിലിൽ പിടിച്ചിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ. പെൻസിൽ നല്ലപോലെ ഷാർപ്പായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത്, വരയ്ക്കുമ്പോൾ പ്രഷറേ യൂസ് ചെയ്യരുത്. വളരെ ലൈറ്റ് പ്രഷറൈസ് ചെയ്തിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ. അതിപ്പോ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസിൽ സ്കെച്ച് ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. ഹാൻഡ് ബാലൻസിന്റെ ഒപ്പം നമ്മുടെ ഫോക്കസും ഉണ്ടാവണം. അപ്പൊ അതിനുള്ള പ്രാക്ടീസ് ആണ് ഇത്. ഇതുപോലെ ഒരു പോയിന്റ് ഇട്ടിട്ട് മാക്സിമം ലൈൻ അതിൽ നിന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. അധികം കൈ എടുക്കാതെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു 2-3 പ്രാവശ്യം ഇതും വരച്ച് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ വേറൊരു പ്രാക്ടീസിങ് മെത്തേഡാണ്, നിറയെ ചെറിയ സ്ക്വയർ ബോക്സസ് വരയ്ക്കുക. എന്നിട്ട് അതിനകത്ത് പല ഡയറക്ഷനിലേക്കും സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ഗ്യാപ്പ് ഇല്ലാണ്ട് ഇതുപോലെ ഉള്ളിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യണം. സ്പീഡോടെ ചെയ്യുക. അതേപോലെ അടുത്ത സ്ക്വയറിലേക്ക് അത് സ്പ്രെഡ് ആവാണ്ടേ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ആദ്യം ഈ കുഞ്ഞു ബോക്സ് പോലെ വരച്ചിട്ട് അതിനകത്ത് സ്ലീപ്പിങ്ങും സ്റ്റാൻഡിങ്ങും ലൈന് വരച്ച് നല്ല പ്രാക്ടീസ് ആയ ശേഷം വലിയ ലൈന് വരച്ചിട്ട് ബാലൻസ് ചെയ്യാം നമുക്ക് വന്നിട്ട്. ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ചെറിയ ബോക്സിൽ വരയ്ക്കുന്ന സമയത്ത്, സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്ന സമയത്തും അതേപോലെ ജോയിന്റ് ചെയ്തിട്ട് വരയ്ക്കുക. താഴത്തുനിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴത്തേക്കും. ആദ്യം സ്ലോ, പിന്നെ പതുക്കെ സ്പീഡ് കൂട്ടിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് വരിക. ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റാൻഡിങ്ങും സ്ലീപ്പിങ്ങും അതേപോലെ കർവ് ലൈൻസ്, സർക്കിൾസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 1 hour അല്ലെങ്കിൽ 2 hour ഇതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക. ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് പഠിക്കണമെന്നൊന്നുമില്ല. ബ്രേക്ക് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ റെഗുലർ പ്രാക്ടീസിങ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡ് ബാലൻസിങ് നമുക്ക് വരാൻ തുടങ്ങും. അടുത്ത വീഡിയോയിൽ നമുക്ക് കർവ് ലൈൻസിന്റെ പ്രാക്ടീസിങ്, അതുപോലെ സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ മണിമാല. എനിക്ക് ഹാൻഡ് ബാലൻസിങ് ചെയ്യാൻ പഠിപ്പിച്ചു തന്നത് ഇത്രയും മെത്തേഡ്സ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ഹാൻഡ് ബാലൻസിങ് പ്രാക്ടീസ് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ചെയ്ത് തരാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് മൈ വീഡിയോസ്. താങ്ക് യു.